ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് പ്രചരണമാക്കിയ സംഭവത്തിൽ നടൻ സുരേഷ് ഗോപിക്ക് കളക്ടർ വിശദീകരണ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഒരു കാര്യം പറയാതിരിക്കാനാകില്ല. കാരണം ശബരിമലയും അയ്യപ്പനും അവിടെ നിൽക്കട്ടെ. ഇതിനു മുൻപ് ബാബറി മസ്ജിദിന്റെയും ശ്രീരാമക്ഷേത്രത്തിന്റെയും പേര് പറഞ്ഞ് ഇവിടെ വോട്ട് പിടിച്ചിട്ടില്ലേ? അന്നില്ലാത്ത നിയമമാണോ ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്? ശബരിമല വിഷയം ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ ചർച്ചയും സംവാദവും നടത്തുന്നതിൽ തെറ്റില്ല. അതാണ് ജനാധിപത്യം. അയ്യപ്പന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് കുറ്റമാകുക. എന്നാൽ മുൻപ് സമാനമായ പരാമർശങ്ങൾ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നടത്തിയിട്ടുണ്ട് എന്നതും നാം മറന്നു പോകരുത്. 2 എംപിമാരിൽ നിന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി BJP വളർന്നത് തന്നെ ശ്രീരാം ജന്മഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. പ്രകടന പത്രികയിലും അവർ അത് പല തെരഞ്ഞെടുപ്പുകളിലും വ്യക്തമാക്കിയിരുന്നു. ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ തകർത്ത സംഘപരിവാറിനെതിരെയാണ് കോൺഗ്രസും ഇടതുപക്ഷവും അടക്കം സകല മതേതര പാർട്ടികളും 92-ന് ശേഷം വോട്ട് നേടിയത്. ഇക്കാര്യം പ്രസംഗത്തിൽ പരാമർശിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് പോലും ഉണ്ടായിട്ടില്ല. ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും പേരിൽ മാത്രമല്ല, ആരാധനാമൂർത്തിയുടെ പേരിലും വോട്ടു തേടുന്നത് തെറ്റ് തന്നെയാണ്. പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച നടപടിയല്ല അത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞാലും ഇല്ലെങ്കിലും അത് തന്നെയാണ് ശരി. എന്നാൽ ഈ ശരി ഇപ്പോൾ മാത്രം നടപ്പാക്കാൻ ശ്രമിക്കുന്നതിലാണ് വിമർശനങ്ങൾ ഉയരുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന ഏത് കാര്യവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. കാരണം അതുകൂടി കണക്കിലെടുത്താണ് വോട്ട് ആർക്ക് ചെയ്യണമെന്ന് ഓരോ വോട്ടറും ചിന്തിക്കുക. സാമുദായിക സ്പർദ്ധ വളർത്തുന്ന നിലപാടുകളിലേക്ക് പോകാതെ സമാധാനപരമായ അന്തരീക്ഷമാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ടത്. ഇവിടെ ശബരിമല വിഷയം 2 മതങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമല്ല. ഭരണകൂട നിലപാടുകളെ ഒരു മതവിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളും BJPയുമാണ് ചോദ്യം ചെയ്യുന്നത്. സുപ്രീം കോടതി നിർദ്ദേശമാണ് തങ്ങൾ നടപ്പാക്കിയതെന്ന് സർക്കാർ വാദിക്കുമ്പോൾ പുനഃപരിശോധനാ ഹർജി എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിക്കാൻ BJPക്കും വിശ്വാസികൾക്കും അവകാശമുണ്ട്. ശബരിമലയിലുണ്ടായ പോലീസ് നടപടി ചർച്ച ചെയ്യുമ്പോൾ അത് എന്ത് കാരണത്താലാണ് ഉണ്ടായതെന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുക സ്വാഭാവികമാണ്. കാരണം രാജ്യത്ത് ഓരോ പൗരനും ഭരണഘടന നൽകുന്ന അവകാശമാണിത്. നവോത്ഥാന മതിലിന്റെ പ്രസക്തി CPMും ഇടതുപക്ഷവും പറയുമ്പോൾ മതിലുണ്ടാക്കാനിടയായ സാഹചര്യം പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് വനിതാ മതിലിൽ അണിനിരന്ന കളക്ടർ തന്നെയാണ് സുരേഷ് ഗോപിയോട് വിശദീകരണം ചോദിച്ചത് എന്നതിനാൽ വിമർശനവും കടുപ്പമായേക്കും. തൃശൂർ കളക്ടർ അനുപമയുടെ ഈ നടപടി വെട്ടിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ CPMനെയാണ്. ഏത് കാര്യം ചർച്ച ചെയ്യപ്പെടരുതെന്ന് CPMും സർക്കാരും ആഗ്രഹിച്ചോ അതാണിപ്പോൾ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ ഭാഗമായാണ് ഈ ഉദ്യോഗസ്ഥ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ടെങ്കിലും സർക്കാർ ചെയ്യിപ്പിച്ചതായാണ് BJP പ്രചരണം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഭരണമെങ്കിലും സർക്കാർ തല ഇടപെടൽ നടക്കുന്നതായാണ് ആരോപണം. വീണുകിട്ടിയ ആയുധമായി വിഷയത്തെ BJP മാറ്റുകയാണ്. അയ്യനെ കുറിച്ച് പറയാൻ പറ്റാത്തത് കഷ്ടമാണെന്ന് പറഞ്ഞ നടൻ സുരേഷ് ഗോപി ഇതിനെ നിയമപരമായി നേരിടുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ച നടപടി ജില്ലാ കളക്ടറുടെ വിവരക്കേടാണെന്നാണ് BJP വക്താവ് B ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ ദാസ്യപ്പണിയോ പ്രസിദ്ധി നേടാനുള്ള കളക്ടറുടെ വെമ്പലോ ആകും ഇതിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ശബരിമല വിഷയം പിണറായി സർക്കാരിന്റെ വീഴ്ചയും അയ്യപ്പ വിശ്വാസികളോട് ചെയ്ത അപരാധവുമാണ്. ഈ വിഷയം തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ്. ശബരിമല എന്ന വാക്കുച്ചരിക്കാൻ പാടില്ലെന്നും അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്നും BJP നേതാവ് തുറന്നടിച്ചിട്ടുണ്ട്.